ഹലോ, അസ്സലാമു അലൈക്കും. എന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് കുറച്ച് മട്ടൻ ഉണ്ടാകുമ്പോൾ കുറച്ച് മട്ടനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും കുറച്ചാകുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ പൊട്ടാറ്റോ ഇട്ടിട്ട് നല്ലൊരു കറി വെക്കുന്നുണ്ട്, ഒരു കുറുമ സ്റ്റൈൽ കറി. അപ്പോൾ അത് ഇന്ന് വെക്കുമ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ച്. പൊട്ടാറ്റോ മട്ടൻ കറി കേട്ടോ. അതിന് 4 മീഡിയം സൈസ് ഉള്ളിയും 2 വലിയ തക്കാളി, 2 ഉരുളക്കിഴങ്ങ്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ പീസ് ഇഞ്ചി, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞിട്ടും ചതച്ചിട്ടെല്ലാം ഒന്ന് എടുക്കട്ടെ, എന്നിട്ട് ബാക്കി കാണിക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റും ചെയ്തോട്ടാ. ഇപ്പോൾ ഒരു കുക്കർ വെച്ച്, എന്നിട്ട് കുക്കറിൽ ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ അല്ല, ഓയിൽ നന്നായി ചൂടായാൽ, ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായാൽ പട്ട, ഗ്രാമ്പു, ഏലക്ക, ലീഫ് ഇടുക. ഒരു മിനിറ്റ് കൂടെ. പിന്നെ അരിഞ്ഞ് വെച്ച ഉള്ളി ഇടുക. ഉള്ളി നന്നായിട്ട് വാടിയിട്ടാകുമ്പോൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചത് നന്നായി അതിൻ്റെ പുരട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബെല്ലാം ചെയ്യണേ, ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്, അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക, തെറ്റും ശരിയെല്ലാം അറിയിക്കുക കേട്ടോ. എന്നാലേ കൂടുതൽ നന്നാവാൻ പറ്റുള്ളൂ. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് പച്ചമുളക് ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം പൊടികളിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നില്ല. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് പട്ടൻ്റെ പൊടി ഞാൻ ഇടുന്നുണ്ട്. അത് എനിക്ക് ഇഷ്ടമായിട്ട് ഇടുന്നതാണ്, അത് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പട്ടപ്പൊടി, പിന്നെ കുറച്ച് ഏലക്കായൻ്റെ ഒരു പൊടി ഇടുക. പിന്നെ പെരുംജീരകപ്പൊടി ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. രണ്ടും മിക്സായിട്ട് ഇട്ടത്, അങ്ങനെ ആയിപ്പോയി. നന്നായി വഴറ്റിയതിന് ശേഷം ബീഫ് ഇടുക, മട്ടൻ ഇടുക. എല്ലാം എന്താ തെറ്റിപ്പോന്നോ എന്ന് പറയുമ്പോൾ മട്ടൻ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായി ഇളക്കിയിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില ഇടാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവാൻ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് 2-3 സ്പൂണ് തേങ്ങാപ്പൊടി കലക്കി വെക്കുക. ഒരു 3 സ്പൂണ്, 1/2 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കണം. അതിപ്പോൾ തേങ്ങാപ്പാലാണെങ്കിൽ അത് മതി. പിന്നെ തേങ്ങ അരച്ചിട്ട് പാലെടുക്കുന്നുണ്ടെങ്കിൽ അത് മതി, അങ്ങനെ ഒഴിക്കാം.
എന്തായാലും തേങ്ങ അരച്ച് ഒഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതാ കറിയെല്ലാം വെന്ത്. ഈ ഉരുളക്കിഴങ്ങ് ഒന്നിച്ചിട്ട് വേവിക്കുന്നില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മട്ടൻ വെന്തിട്ടാകുമ്പോൾ ഒരു വിസിലിൽ ഇട്ടെടുത്താലും മതി കേട്ടോ. ഞാൻ ഒന്നിച്ചിട്ട് വേവിച്ചതാണ്. അങ്ങനെ വെന്ത ഉരുളക്കിഴങ്ങാണ് ഇഷ്ടം. ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ച് തിളക്കുമ്പോൾ തന്നെ ഓഫാക്കാം. അടിപൊളി, നല്ല ദോശക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ല മാച്ച് കറിയാണ്. നല്ലൊരു കുറുമ സ്റ്റൈൽ കറി. പിന്നെ ചോറിന് മാത്രം അത്ര ഒരു മാച്ചല്ല. ഇനി നമുക്ക് ചെറിയ ഉള്ളിയും കായ്മുളകും കാച്ചി ഒഴിക്കുക. പിന്നെ കറി ഇറക്കി വെച്ചിട്ടാകുമ്പോൾ കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അടിപൊളി മട്ടൻ പൊട്ടാറ്റോ കറി റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. എന്തെങ്കിലും കുറ്റങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. വീഡിയോസെല്ലാം കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.